മൻമോഹൻ സിംഗ് സർക്കാർ തകർന്നു വീണതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങളെല്ലാം ഉണ്ടായത്. അതുവരെ ഉത്തരേന്ത്യയിലെ ആളുകളെ മാത്രം പരിഗണിച്ചിരുന്ന ഹൈക്കമാൻഡിൽ പിന്നീട് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആളുകളെ കൂടി പരിഗണിക്കാൻ തുടങ്ങി. അതിനെല്ലാം ശേഷമാണ് കെ.സി. വേണുഗോപാലിന്റെ വളർച്ച യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത്. ഒരുപക്ഷെ രാജ്യത്തെ തിരിച്ചുപിടിക്കാനായില്ലെങ്കിലും ചില സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ പ്രതീക്ഷ അത്രമേൽ നഷ്ടപ്പെട്ട ചില സംസ്ഥാനങ്ങളിലെങ്കിലും കോൺഗ്രസിന് വീണ്ടും അധികാരം പിടിച്ചെടുക്കാൻ സാധിച്ചു എന്നുള്ളത് കെ.സിയുടെ ഒരു മികവ് തന്നെയായി വിലയിരുത്തേണ്ടതാണ്. മറ്റൊരു തലത്തിൽ പറയുകയാണെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് പോലും മറ്റ് പല സംസ്ഥാനങ്ങളുടെയും ചുമതലയുണ്ടായിരുന്നിട്ടും അല്ലെങ്കിൽ പ്രചരണ ചുമതലയുണ്ടായിരുന്നിട്ട് പോലും ആ സംസ്ഥാനങ്ങളെല്ലാം തന്നെ തോൽവിയിലേക്ക് കൂപ്പുകുത്തുന്ന സാഹചര്യമായിരുന്നു. എന്നാൽ അതേ സാഹചര്യത്തിൽ കെ.സി. വേണുഗോപാൽ എത്തിയപ്പോൾ വലിയൊരു വിജയമുണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതിന് പ്രധാന ഉദാഹരണങ്ങൾ തന്നെയാണ് തെലങ്കാനയും കർണാടകയും എല്ലാം തന്നെ. കർണാടകയിൽ കോൺഗ്രസിന് ഒരു തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്ന് ആശങ്കപ്പെട്ടിരുന്ന സാഹചര്യത്തിലാണ് അത്ര വലിയൊരു വിജയം ഉറപ്പാക്കിക്കൊണ്ട് കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചെത്തുന്നത്. ആദ്യഘട്ടത്തിലെല്ലാം തന്നെ വലിയ തിരിച്ചടി നേരിട്ടിരുന്നെങ്കിലും ഇന്നിപ്പോൾ നെഹ്റു കുടുംബത്തിൽ അത്രമേൽ അടുത്തു നിൽക്കുന്ന മറ്റൊരു മലയാളി നേതാവും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി കേരളത്തിലെ സാഹചര്യം എടുക്കുകയാണെങ്കിൽ കെ.സി. വേണുഗോപാൽ ഇന്നിപ്പോൾ ആലപ്പുഴയിലെ യു.ഡി.എഫിന്റെ സ്ഥാനാർത്ഥിയാണ്. യു.ഡി.എഫ് അത്രമേൽ പ്രതീക്ഷയിൽ കളത്തിലിറക്കിയ ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് കെ.സി. വേണുഗോപാൽ. മാത്രമല്ല 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ യു.ഡി.എഫിന് 20-20 എന്ന സീറ്റ് അല്ലെങ്കിൽ അത്ര വലിയ ഒരു വിജയം നഷ്ടമായത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം ഒന്നുകൊണ്ട് മാത്രമാണ്. ആ ആലപ്പുഴ ലോക്സഭാ മണ്ഡലം തന്നെയായിരുന്നു എൽ.ഡി.എഫിന് ഏക കച്ചിത്തുരുമ്പായി നിലനിന്നതും. അതുകൊണ്ട് തന്നെ എൽ.ഡി.എഫ് ഇത്തവണ കളത്തിലിറക്കിയത് കഴിഞ്ഞ തവണത്തെ വിജയിച്ചു വന്നിട്ടുള്ള ഒരേ ഒരു MP ആയ A.M. ആരിഫിനെ തന്നെയാണ്. എന്നാൽ ഇത്തവണ എങ്ങനെയും എൽ.ഡി.എഫിൽ നിന്നും ആലപ്പുഴ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് യു.ഡി.എഫ് കരുത്തനായ ഒരു നേതാവിനെ തന്നെ കളത്തിലിറക്കിയത്. ആദ്യമെല്ലാം തന്നെ കെ.സി. വേണുഗോപാൽ അവിടെ സ്ഥാനാർത്ഥിയാകുന്നതിനെ ചൊല്ലി വലിയ തരത്തിലുള്ള വിവാദങ്ങൾ നിന്നിരുന്നു, ആശങ്ക നിന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുകയാണെങ്കിൽ കെ.സി. വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കില്ല എന്ന് ഉയർന്നു വന്ന വാദം തന്നെയായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി പിന്നീട് വയനാട്ടിൽ മത്സരിക്കാൻ തീരുമാനിച്ചപ്പോഴും കെ.സി. വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുകയാണ് എന്ന നിലപാട് തന്നെ സ്വീകരിച്ചു. അത് യഥാർത്ഥത്തിൽ വലിയ തരത്തിലുള്ള വിമർശനങ്ങളുണ്ടായിരുന്നു. ഒരർത്ഥത്തിൽ കോൺഗ്രസിനുള്ളിൽ നിന്ന് പോലും വിമർശനങ്ങൾ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. കാരണം കെ.സി. വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുകയാണെങ്കിൽ ദേശീയ തലത്തിൽ പ്രചരണത്തിന് ചുക്കാൻ പിടിക്കാൻ ആര് എന്നുള്ള ഒരു ചോദ്യം ഉയർന്നു വന്നു. അതായത് കോൺഗ്രസിന് രാഹുൽ ഗാന്ധിക്ക് ശേഷം പിന്നെ ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് യഥാർത്ഥത്തിൽ കെ.സി. വേണുഗോപാൽ എന്നാൽ. അതുകൊണ്ട് തന്നെ കെ.സി. വേണുഗോപാൽ കേരളത്തിൽ സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോൾ ദേശീയ തലത്തിൽ കോൺഗ്രസ് ഒറ്റപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിമർശനങ്ങൾ വന്നു. മാത്രമല്ല രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ടാണെങ്കിലും BJPയുടെ ഭൂരിപക്ഷം കൂടുമെന്നുള്ള ആശങ്കകളെല്ലാം തന്നെ ആ സാഹചര്യത്തിൽ ഉയർന്നു വന്നതാണ്. ഈ കാരണങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കി തരുന്നത് കെ.സി. വേണുഗോപാൽ അത് ദേശീയ തലത്തിലാണെങ്കിലും സംസ്ഥാന തലത്തിലാണെങ്കിലും ഏറെ സ്വീകാര്യനാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് രണ്ടിടങ്ങളിലും അദ്ദേഹത്തിൻ്റെതായ സ്ഥാനം ഉറപ്പിച്ച വ്യക്തിയാണ് എന്ന് തന്നെയാണ്. മാത്രമല്ല കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേരളത്തിൽ ഉയർന്നു വരുന്ന മറ്റൊരു വാദം എന്ന് പറയുന്നത് കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയുണ്ട്. അതായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന് വിജയം വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും യു.ഡി.എഫിൽ നിന്നുള്ളൊരു മുഖ്യമന്ത്രി പദത്തിലേക്ക് വരാൻ ഏറ്റവും യോഗ്യനായ വ്യക്തി അത് കെ.സി. വേണുഗോപാലാണ് എന്നുള്ള വാദങ്ങളെല്ലാം തന്നെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനും അപ്പുറത്തേക്ക് പരിശോധിക്കുകയാണെങ്കിൽ ദേശീയ തലത്തിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ദേശീയ തലത്തിലും കെ.സി. വേണുഗോപാലിനെ സംബന്ധിച്ചത് അദ്ദേഹത്തിന്റെ സീറ്റ് വ്യക്തമായി ഉറപ്പിച്ച ഒരു വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെ കെ.സി. വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പല രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടെന്ന് പോലും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഇതേ സാഹചര്യത്തിലാണ് കെ.സി. വേണുഗോപാലിന് എതിരായി A.M. ആരിഫ് തുറന്നടിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: രാഹുൽ ഗാന്ധിയെ എന്തിനാണ് ഇങ്ങനെ കോലം കെട്ടിക്കുന്നത്, ഇത്തരത്തിലുള്ള കോമഡി അല്ലെങ്കിൽ വിഡ്ഢിവേഷം കെട്ടിക്കുന്നത് എന്തിനാണ് എന്നാണ് A.M. ആരിഫ് ചോദിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ മാത്രമല്ല അദ്ദേഹത്തിന്റെ സഹോദരിയായ പ്രിയങ്ക ഗാന്ധിയെ പോലും കെ.സി. വേണുഗോപാൽ വേഷം കെട്ടിക്കുകയാണ് അല്ലെങ്കിൽ കോമഡി കഥാപാത്രങ്ങളാക്കുകയാണ് എന്നാണ് A.M. ആരിഫ് പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല A.M. ആരിഫ് പറഞ്ഞു വെക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജനറൽ സെക്രട്ടറിയിലേക്ക് എല്ലാ അധികാരവും കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയാണ് രാഹുൽ ഗാന്ധിയെ കോമാളിയാക്കുന്നത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ദയവ് ചെയ്ത് രാഹുലിനെ വേണുഗോപാൽ മോശക്കാരനാക്കരുതെന്നും രാഹുലും പ്രിയങ്കയും ഒരുമിച്ച് ആലപ്പുഴയിൽ വന്നാലും ഒരു ചുക്കും സംഭവിക്കില്ല എന്നും A.M. ആരിഫ് പറയുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളത്ത് നാം കണ്ടതാണ് ഇതെല്ലാം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. രാഹുലും പ്രിയങ്കയും അരിത ബാബുവിനെ വീട്ടിലെത്തിയപ്പോൾ എന്ത് ഓളമായിരുന്നു എന്നും എന്നിട്ട് എന്തായി എന്നും അരിത തോറ്റില്ലേ എന്നെല്ലാം തന്നെ A.M. ആരിഫ് ചോദിക്കുകയാണ്. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തെ വിലയിരുത്തുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ 2019 ഒരു യു.ഡി.എഫ് തരംഗമില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അതിനെല്ലാം അപ്പുറത്തേക്ക് 2019 ഉണ്ടായിരുന്ന ഒരു രാഹുൽ ഗാന്ധി തരംഗവും ഇത്തവണ ഇല്ല എന്ന് തന്നെ മനസ്സിലാക്കാം. പക്ഷേ അതേസമയം രാഹുൽ ഗാന്ധി തന്നെയാണ് ഇക്കുറി വയനാട്ടിലെ സ്ഥാനാർത്ഥിയും. പക്ഷേ കഴിഞ്ഞ തവണത്തെക്കാൾ ഏറെ ഇത്തവണ രാഹുൽ ഗാന്ധിക്ക് വലിയ തരത്തിലുള്ള വിമർശനങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. ഒരുപാട് വിവാദ പരാമർശങ്ങളും രാഹുൽ ഗാന്ധിക്കെതിരെ സംഭവിച്ചു എന്നുള്ളതും ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. അതുകൊണ്ട് തന്നെ യു.ഡി.എഫിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു പ്രഭാവം ഇത്തവണ ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ളതും ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം രാഹുൽ മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ പ്രസംഗങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് ഈ
ED അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന രാഹുലിന്റെ ചോദ്യം ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. രാഹുലിന് പുറമെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയും അതേ ചോദ്യം ആവർത്തിക്കുന്നുണ്ട്. അതിനുശേഷം പ്രിയങ്ക ഗാന്ധിയും ഇതേ ചോദ്യം തന്നെ ആവർത്തിക്കുന്നുണ്ട്. ഒരർത്ഥത്തിൽ രാഹുൽ ഗാന്ധി സാധാരണ ഒരു KSUക്കാരന്റെ നിലവാരത്തിലേക്ക് താഴ്ന്നുപോയി എന്നുള്ള വിമർശനങ്ങൾ ഇതേ ചോദ്യം കൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിട്ടുമുണ്ടായിരുന്നു. അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഒരു ദേശീയ നേതാവാണ്. രാഹുൽ ഗാന്ധി കേവലം വയനാട്ടിലെ ഒരു സ്ഥാനാർത്ഥി മാത്രമല്ല, അദ്ദേഹം ദേശീയ തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. 2019 രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്ന് പറയുന്ന വലിയൊരു ഓളം തന്നെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഈ ഭാരതത്തെ നയിക്കാൻ പോകുന്ന അദ്ദേഹം തയ്യാറാണ് എന്ന് പറയുന്ന വലിയ രീതിയിൽ പ്രചരിച്ച ഒരു മനുഷ്യൻ തന്നെയാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത്. ഇതിനെല്ലാം പുറമെ ഇന്ത്യ സഖ്യത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത്. ഇന്ത്യ സഖ്യത്തിലെ തന്നെ ഒരു കക്ഷിയായിട്ടുള്ള CPM-ന് എതിരെ സംസാരിക്കുന്ന സാഹചര്യത്തിൽ അത് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്കെല്ലാം പാത്രമായി എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം അങ്ങനെയല്ല എന്നുള്ളതാണ് കേരളത്തിലെ UDF നേതാക്കളുടെ വാദം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇന്ത്യ സഖ്യം ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള സാഹചര്യമല്ല എന്നുള്ളത് തന്നെയാണ്. കേരളത്തിൽ യഥാർത്ഥത്തിൽ ഇന്ത്യ സഖ്യം ഇല്ല എന്നുള്ളത് തന്നെയാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി ആണെങ്കിലും ആനി രാജയാണെങ്കിലും പരസ്പരം മത്സരിക്കാനുള്ള ഒരു സാഹചര്യമെല്ലാം തന്നെ ഒരുങ്ങുന്നത്. എന്നിരുന്നാൽ പോലും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആനി രാജയെ പോലെയോ അല്ലെങ്കിൽ K സുധാകരനെ പോലെയോ VD സതീശനെ പോലെയോ അല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് എതിരെ പ്രധാനമായും ഉയർന്നു വരുന്ന ആരോപണം. അതുകൊണ്ട് തന്നെ അദ്ദേഹം പലപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആരോപിക്കുന്ന എല്ലാ ആരോപണങ്ങളും യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയാവുകയാണ്. അത് അദ്ദേഹത്തിന് തന്നെ ചില അപക്വമായ രാഷ്ട്രീയ തീരുമാനങ്ങളുടെയും നിലപാടിന്റെയും പ്രശ്നമാണ് എന്നുള്ള തരത്തിൽ പോലും വിമർശനങ്ങൾ ഉയർന്നു വരികയാണ്. അതുകൊണ്ട് തന്നെയാണ് AMRF കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നത്, രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഇത്തരത്തിലുള്ള വാക്കുകളൊന്നും തന്നെ പറയിപ്പിക്കരുത്. രാഹുൽ ഗാന്ധിക്ക് ആരും എഴുതി കൊടുത്ത് എന്തൊക്കെയോ അദ്ദേഹം വിളിച്ചു പറയുന്നു എന്നുള്ള രീതിയിൽ പോലും വിമർശനങ്ങൾ സ്വാഭാവികമായും ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രി പോലും രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയ സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ഇപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചർച്ചാ വിഷയമാവുകയാണ്. ആ ചർച്ച ഒരു അർത്ഥത്തിൽ UDF-ന് 2019 പോലെ ഗുണം ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. 2019 രാഹുൽ ഗാന്ധി പ്രയോഗിച്ച ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. അദ്ദേഹം വയനാട്ടിൽ സ്ഥാനാർത്ഥിയാകെ എത്തുന്ന സാഹചര്യത്തിൽ പിണറായി വിജയനെതിരെയോ സർക്കാരിനെതിരെയോ അദ്ദേഹം ഒരക്ഷരം പോലും മിണ്ടിയിരുന്നില്ല എന്നുള്ളതും പലപ്പോഴും ഉണ്ടായിരുന്ന ചോദ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ അദ്ദേഹം പിന്നോട്ട് മാറുന്ന അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറുന്ന സാഹചര്യം എല്ലാം തന്നെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ 2024 എത്തുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ അദ്ദേഹം വീണ്ടും വയനാട്ടിലെ സ്ഥാനാർത്ഥിയായി എത്തുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഒരു ഭാഗമാണെന്ന് കൂടിയിരിക്കെ അദ്ദേഹം ഇപ്പോൾ പിണറായി വിജയനെതിരെ വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം യഥാർത്ഥത്തിൽ കൃത്യമായ രാഷ്ട്രീയ ബോധമില്ലാതെ കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളില്ലാതെ സംസാരിക്കുന്ന തരത്തിലേക്ക് ഒരു വിഡ്ഢിവേഷം കെട്ടിക്കുകയാണ് യഥാർത്ഥത്തിൽ KC വേണുഗോപാലാണെങ്കിലും അല്ലാതെ അദ്ദേഹത്തിന്റെ നേതൃത്വമാണെങ്കിലും ചെയ്യുന്നത് എന്നുള്ളൊരു ആരോപണമാണ് എന്ന് തന്നെയാണ് AMRF-ന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഇനി ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ കുറി കനത്ത പോരാട്ടം തന്നെ നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി AMRF-നെയും KC വേണുഗോപാലിനെയും മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവിടെ ശോഭാ സുരേന്ദ്രനാണ് NDA-യുടെ സ്ഥാനാർത്ഥി എന്നുള്ളതും ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഏതെല്ലാം മണ്ഡലങ്ങളിൽ നിയമസഭയാണെങ്കിലും ശരി ലോക്സഭയാണെങ്കിലും ശരി എവിടെയെല്ലാം മത്സരിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം തന്നെ തൻ്റെതായിട്ടുള്ള രീതിയിൽ ഒരു വോട്ട് ശതമാനത്തിന്റെ വർധനവ് ഉണ്ടാക്കാൻ സാധിച്ച ഒരു വ്യക്തിയാണ് ശോഭാ സുരേന്ദ്രൻ എന്നുള്ളത് ശ്രദ്ധേയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനിൽ ഏറെ പ്രതീക്ഷ NDA വെച്ച് പുലർത്തുന്നുണ്ട്. ഇനി മത്സരം നടക്കുന്നത് ഒരു ത്രികോണ മത്സരത്തിലേക്കൊന്നും തന്നെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലം പോകുന്നില്ല എന്ന് അവകാശപ്പെടുമ്പോഴും ഒരു A+ മണ്ഡലമായി ആലപ്പുഴ ലോക്സഭാ മണ്ഡലം ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. അതുകൊണ്ട് KC വേണുഗോപാൽ ആണെങ്കിലും AMRF ആണെങ്കിലും ശോഭാ സുരേന്ദ്രനാണെങ്കിലും ശക്തരായ നേതാക്കൾ തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ ഇനി ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ AMRF പറഞ്ഞു വെച്ചതുപോലെ രാഹുൽ ഗാന്ധി ആണെങ്കിലും പ്രിയങ്ക ഗാന്ധി ആണെങ്കിലും ആര് വന്നാലും ഇവിടെ ഒരു ചുക്കും സംഭവിക്കില്ല എന്ന് തന്നെയാണോ, അതോ 2019 ആവർത്തിക്കാതെ AMRF-ന് പടിയിറങ്ങേണ്ടി വരുമോ എന്നുള്ളതെല്ലാം തന്നെ കണ്ടു തന്നെ അറിയേണ്ടി വരും.